ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലുള്ള കലവൂർ കൃപാസനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ മാതാവിൻ്റെ പ്രത്യക്ഷം നടന്നിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു 6 മണിയായപ്പോൾ തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശപ്പൊക്കെ വന്നു. ഒരു 8:30 ആയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം കൃപാസനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം മാതാവിൻ്റെ അടുത്തേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാതാവിനെ കയറി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് കയറി വീഡിയോ ഓണാക്കിയതും മാതാവിൻ്റെ മുഖം ക്യാമറയിൽ വരുന്നില്ല. അത്രയ്ക്ക് വെളിച്ചം അവിടെ നിന്നുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അത്രയും വെളിച്ചമില്ല. ആ രൂപക്കൂട് നിറഞ്ഞ് പുറത്തേക്ക് വെളിച്ചം വരുന്ന രീതിയിൽ പിങ്ക് സാരിയൊക്കെ മഞ്ഞ കളറ് ആകുന്ന രീതിയിൽ അത്രയ്ക്ക് വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു നോക്കി, അവിടെ തന്നെ ഫോട്ടോ എടുത്തു നോക്കി. അപ്പോഴും അത്ര വെളിച്ചം വരുന്നുണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരുടെ കൈകളിലേക്കൊന്നാണെങ്കിൽ അധികം വെളിച്ചം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടാണ്. അപ്പോൾ എനിക്കും അവിടെ ചെന്ന് നിന്നപ്പോൾ വല്ലാത്തൊരു ചൂട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം ആണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ചെന്നു കേട്ടോ. അപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ടൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. 10 മണി തൊട്ടിട്ട് 1:30 വരെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ആ സമയത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് ഉടമ്പടി എടുക്കാനായിട്ടൊരു പ്രായപരിധി ഉണ്ട്. 18 തൊട്ടിട്ട് 65 വയസ്സ് വരെയാണ് ഉടമ്പടി വരുന്നത് കേട്ടോ, എടുക്കാനായിട്ടുള്ളൊരു പ്രായപരിധി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉടമ്പടി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരാൾക്കാണ് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് ആൽജിസിൻ്റെ സൈഡിൽ നിന്ന് ആൽജിസ്, ഞാൻ, ജോൺ, പിന്നെ മമ്മി. അതിൽ ആൽജിസാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്നുള്ള മണ്ണാണ് കേട്ടോ എൻ്റെ അപ്പൻ അത് വെച്ച് കോരി ഇങ്ങനെ എടുക്കുന്നത്. അത് നമുക്ക് കോരി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളും എടുത്തു. അങ്ങനെ ഞങ്ങളതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇനി ഉടമ്പടി ഒരു ചെറിയൊരു ക്ലാസ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തുടങ്ങണമെങ്കിൽ ഒരു 10 മണി 10:30 ആവണം. അപ്പോൾ കാരണം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള രൂപങ്ങളുടെ അവിടെയൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത ആളുകൾ മാത്രം ഇങ്ങനെ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്ന കുട്ടികളും പിന്നെ അതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ള മറ്റുള്ളവരും ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൃപാസനത്തിൽ നിന്ന് തന്നെ നമുക്ക് വെഞ്ചിരിച്ച വെളിച്ചെണ്ണയും ഉപ്പും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒരു കാശ് രൂപവും കിട്ടും. ഈ കാശ് രൂപം നമുക്ക് തരണത് നമുക്ക് എന്തെങ്കിലും സങ്കടം വിഷമമൊക്കെ വരികയാണെങ്കിൽ അത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും സ്ഥലങ്ങളോ എന്തെങ്കിലും വിട്ടുപോകാതിരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും, പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുക. അപ്പോൾ അതിലൊക്കെ ഒരു നുള്ള് ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇവർ പറയണത്. അപ്പോൾ ഞങ്ങളത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നു. അപ്പോൾ പുറത്ത് തന്നെ ഒരു കൊച്ചച്ഛൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേട്ട് നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നെറ്റത്ത് കുരിശ് വരച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അതുപോലെ കൊച്ചച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങൾ പറയാൻ പോണ കാര്യം ഇതാണല്ലേ സംഭവം എന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമായി. ഞാൻ വിചാരിച്ചു ഇത് കൊച്ചച്ഛനല്ലേ എന്നൊക്കെ വിചാരിച്ചു. വലിയച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു നിന്നപ്പോൾ ആ അച്ഛൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. അങ്ങനെ അച്ഛൻ അന്നവെള്ളമൊക്കെ തെളിച്ച് നെറ്റത്ത് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങനെ
പുറത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ രൂപത്തിൽ ഞങ്ങൾ മുല്ലപ്പൂ കൊണ്ട് മുല്ലപ്പൂവിൻ്റെ മാല ഇട്ട് കൊടുത്തു കേട്ടോ. പുറത്ത് തന്നെ മുല്ലപ്പൂവ്, കൊന്ത ഇതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ നിന്ന് തന്നെ ഞങ്ങൾ വാങ്ങിച്ചു. അതുപോലെ തന്നെ അവരുടെ നിന്ന് തന്നെ തിരിയും വാങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ അപ്പോഴും ഉടമ്പടി എടുക്കുന്ന സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞ് എന്നാലും എൻ്റെ മനസ്സിൽ നിന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ രൂപക്കൂട്ടിൻ്റെ അവിടെ ചെന്ന് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോൾ അത്രയ്ക്കും വെളിച്ചം വന്ന ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായില്ല. എൻ്റെ മനസ്സ് എപ്പോഴും ആ ഒരു ഇതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇത് എങ്ങനെ ഇത്രയധികം വെളിച്ചം ഒരേ ഒരു സ്പോട്ട് ലൈറ്റ് അടിയിൽ വെച്ചിട്ടുള്ളൂ. ആ മാതാവ് നിൽക്കുന്ന രൂപക്കൂട് നിറഞ്ഞു കവിഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ അത്രയ്ക്കും വെളിച്ചം വന്നതൊരു എനിക്കൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നിയിട്ട് ആ സമയത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി എടുത്തവർ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10:30 ആയപ്പോൾ തുടങ്ങിയത്. ഒരു 3 മണി 2:30 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്. അപ്പോൾ അതിലിങ്ങനെ ഈ ഉടമ്പടി ദൈവവും മനുഷ്യനുമായി ചെയ്യുന്നൊരു ഉടമ്പടിയാണെന്നാണ് ഇവർ പറയണത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കണം, അതിനൊക്കെ നമ്മൾ ടിക്കിട്ട് കൊടുക്കണം കേട്ടോ. ആ ഉടമ്പടിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുലർച്ചെ 5:30 എണീറ്റിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് മാതാവിൻ്റെ. ആ പ്രാർത്ഥന നമ്മൾ 5:30 തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാട് തന്നെ ചെല്ലണം. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഒരു പ്രാർത്ഥന ചെല്ലണം. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ പച്ചത്തിരി കത്തിച്ചിട്ടാണ് ആ പ്രാർത്ഥന ചെല്ലേണ്ടത്. അതുപോലെ തന്നെ രാവിലെ 5:30 നമ്മൾ എണീറ്റ് ചെല്ലുമ്പോൾ നീലത്തിരി കത്തിച്ചിട്ട് വേണം ചെല്ലാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും. അങ്ങനെ 90 ഡേയ്സ് നമ്മളിതിങ്ങനെ ചെല്ലണം എന്നാണ് ഇതിൽ പറയണത്. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പേപ്പറാണ്. അതായത് ഇതിലാണ് നമ്മുടെ ഉടമ്പടിയും കാര്യങ്ങളൊക്കെ വരണത്. ഇതിലാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിക്കാൻ ചെന്ന് ഞങ്ങളവിടെ ക്ലാസ്സിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോരം ജനങ്ങളാണ് വന്നിരിക്കുന്നത്, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് 6 ആവശ്യങ്ങൾ നമുക്കിതിൽ എഴുതിയിടാം. നമുക്ക് അതിനുള്ള കോളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എന്തോരം വിശ്വാസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോം കൊടുക്കുന്ന നേരമായപ്പോൾ ആ ഫോമിൽ പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സ്വർഗ്ഗസ്നായ പിതാവ്, നന്മ നിറഞ്ഞ പറയുമ്പോൾ വിശ്വാസ പ്രമാണം, അതുപോലെ തന്നെ കുർബാന കാണണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഫോം കൊടുക്കുന്ന നേരമായപ്പോൾ പറഞ്ഞു ഇങ്ങനെ ക്രിസ്ത്യൻസ് അല്ലാത്തവരായിട്ടുള്ളവരോട് എണീറ്റിക്കാൻ പറഞ്ഞു. പകുതിയിലധികം പേര് ക്രിസ്ത്യൻസ് ആയിരുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മാതാവ് ഇത്രയധികം വിശ്വാസം ജനങ്ങൾക്ക് മാതാവിലുണ്ടല്ലോ എന്നുള്ളത് ഓർത്തപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതായത് ഉടമ്പടി എടുത്തവർ മാത്രം കയറി നിന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ രൂപം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഉടമ്പടി എടുത്തവർ മാത്രം, അതായത് ആൽജിസും പിന്നെ എൻ്റെ അമ്മയാണ് വരിയിലൊക്കെ നിന്നുണ്ടായിരുന്നത്. അങ്ങനെ അവരെ മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അത് കഴിഞ്ഞാൽ ലോക്ക് ഇട്ടത് പൂട്ടും. ഞാൻ കയറാനായിട്ട് നോക്കി വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് തന്നെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ നമ്മൾ ആവശ്യങ്ങൾ എഴുതിയ പേപ്പർ നമ്മൾ അതിനകത്ത് മടക്കി അതിൽ നമുക്ക് വെക്കാം. കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്ന വെഞ്ചിരിച്ച വെളിച്ചെണ്ണ, ഉപ്പ്, ഇത് രണ്ടും നമ്മൾ മറ്റൊരാൾക്ക് കുപ്പിയിലോ പാത്രത്തിലോ ആക്കിയിട്ട് കൊടുക്കാൻ പാടില്ല. അത് ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അത് പുരട്ടി കൊടുക്കാനുള്ള അധികാരമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നിലവിളക്കിൽ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് 2 തുള്ളി ഒഴിച്ചു വരച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇറങ്ങുമെന്നാണ് പറയണത്. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മാതാവ് നമ്മുടെ കൂടെ ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് 90 ദിവസം വരുന്നതാണ് പറഞ്ഞത് അവർ. അപ്പോൾ നമ്മുടെ വീട്ടിൽ 90 ദിവസം നിന്ന് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിട്ട് മാതാവ് പോകുള്ളൂ എന്നാണ് പറയണത്. പിന്നെ ആ പ്രാർത്ഥന വളരെയധികം ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ നടക്കാത്ത ഏതൊരു കാര്യവും നമുക്ക് സാധിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയും അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം വീടിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. ഭയങ്കര ശക്തമായിട്ടുള്ള മണം വീടിനകത്തുണ്ടായി. അപ്പം വേഗം അമ്മേനെയൊക്കെ വിളിച്ചപ്പോൾ അമ്മയും പറഞ്ഞു ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അന്നൊരു വൈകുന്നേരം ഒരു സമയത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 9 മണിയൊക്കെ ആയിരുന്ന ഒരു ടൈമിലായിരുന്നു.
അപ്പോൾ ആ സ്മെല്ല് ഉണ്ടായപ്പോൾ കൃപാസനം മാതാവിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, സഞ്ചാരി മാതാവ് എന്ന്. അപ്പോൾ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഉടമ്പടിയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൃപാസനം കണ്ടു, മാതാവിനോട് പ്രാർത്ഥിച്ചു, അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എഴുതിയിട്ടു. വന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു, അപകടങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്കലേക്കുള്ള ഭക്ഷണം കഴിച്ചത് 4:30-ക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കലേക്ക്, അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു വിട്ടാം. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരം കൂടി ഉണ്ട് ആലപ്പുഴയിൽ. പിന്നെ കൃപാസനത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ചെറിയൊരു പൈസ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്, 100 അത്ര നമ്മൾ കൊടുക്കണം അവിടെ. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൃപാസനത്തിൻ്റെ ഒരു ന്യൂസ് പേപ്പർ നമുക്ക് തരും. അത് നമ്മുടെ പള്ളികളിൽ നമ്മൾ വിതരണം ചെയ്യണം. അതിൻ്റെ ബാക്കി പകുതി നമ്മൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ വിതരണം ചെയ്യണം. അതായത് ക്രിസ്ത്യൻസ് അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിതരണം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള പച്ചത്തിരിയും അതുപോലെ തന്നെ നീലത്തിരിയും അവർ തരും. അതുപോലെ തന്നെ കാശുരൂപം അവിടുന്ന് തരും. വെഞ്ചരിച്ച് വെളിച്ചെണ്ണയും വെഞ്ചരിച്ച് ഉപ്പും നമുക്ക് അവിടുന്ന് തരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് ഒരു നുള്ളിട്ടിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നുള്ളിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖം മാറിപ്പോവും. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളവർ അവിടെ, ഞാൻ അവിടെ ഇരിക്കണ സമയത്ത് സാക്ഷ്യം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ഒരു ചേച്ചി പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവിന് മലദ്വാരത്തിൽ ഒരു കുരു വന്നു, എന്നിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ വെഞ്ചരിച്ച് വെളിച്ചെണ്ണ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ദിവസവും അവിടെ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ആ കുരിശ് വരച്ചിട്ട് അങ്ങനെ 3 ദിവസം കൊണ്ട് ആ കുരു ചുങ്ങിപ്പോയി മാറിപ്പോയി എന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരാൾ ഇതുപോലെ തന്നെ കൃപാസനത്തിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വെഞ്ചരിച്ച ഉപ്പ്. അപ്പോൾ ആ ഉപ്പ് ആളുടെ പിതാവിന് കഞ്ഞിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ മലവിസർജനം നടത്തുമ്പോൾ അത് ഫുള്ളും ചുമരുമ്പോൾ തേച്ച് വെക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മകൻ കഞ്ഞിയിൽ ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം തൊട്ടിട്ട് പിന്നെ ആ പരിപാടി നിർത്തിയെന്നാണ് ആൾ പറഞ്ഞത്. അങ്ങനെ കുറേ പേര് ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കേട്ടു. പിന്നെ ഒരു ചേച്ചിക്ക് ഫോറിനിലേക്ക് പോകാനായിട്ട് വിസ ശരിയായത്, പിന്നെ പുതിയ കാറ്, പുതിയ വീട്, ഇതൊക്കെ വെക്കാൻ സാധിച്ചത്, പിന്നെ മാറാരോഗങ്ങളൊക്കെ മാറിപ്പോണത്, അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവണത്, അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളും പ്രത്യക്ഷങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ പോന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴികളിലൊക്കെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചെളിയും, പിന്നെ അത് കൂടാണ്ട് അവിടെ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി പതുക്കെ പോകണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളും അതുപോലെ തന്നെ യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോളൂ കൃപാസനത്തിലേക്ക് വരികയാണെങ്കിൽ. അപ്പോൾ കാരണം അവിടെ വഴിയിൽ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കാനായിട്ട് എത്താനൊക്കെ ആയിട്ട് ലേറ്റ് ആവും. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കൃപാസനത്തിലേക്ക് വന്നൊരു അനുഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായപ്പോൾ ഏകദേശം രാത്രി ആവാറായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് 4 മണിക്കാണല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഉച്ചക്കലത്തെ ലഞ്ച്. അപ്പോൾ ഞങ്ങളൊരു 7:30 ആയപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കലും ഐസ്ക്രീം കഴിക്കലും പിന്നെ കൃപാസനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. കാരണം കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ മടങ്ങിയിരുന്ന് അപ്പനും അമ്മയ്ക്കാണെങ്കിലും ചെറുതായിട്ട് കാലുവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാതാവിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഇതിൽ അവരും അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങളൊരു 9 മണിയായപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ കൃപാസനം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായി നമുക്കിനി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.